അർജുൻ സ്വന്തം ഭാര്യയായ മഞ്ജു 15 വയസ്സുള്ള മോൻ സൂരജിനെയും കൊണ്ട് കൃഷി ചെയ്യാറുണ്ടായിരുന്നു. അർജുൻ ഒരു കൃഷിക്കാരനായിരുന്നു. പക്ഷേ കുറച്ചു വർഷങ്ങളായി അവന്റെ തലയെഴുത്ത് നല്ലതല്ലായിരുന്നു. ഒരു ദിവസം സൂരജ് മോന്റെ കൂടെ പച്ചക്കറി വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ ഗ്രാമത്തലവൻ കല്ലു അവന്റെ കൂട്ടുകാരൻ ഹരിയുടെ കൂടെ അവിടെ വന്നു. അല്ല, ഇതാര അർജുനോ? ഇപ്പൊ എന്താ ചെയ്യുന്നത്? നിങ്ങൾക്കറിയാമല്ലോ സർപഞ്ചി, ഞാനൊരു കർഷകനാണ്. ഒരു കർഷകന് കൃഷിയല്ലാതെ മറ്റെന്താണ് ചെയ്യാൻ കഴിയുക? അല്ല, കുറച്ച് വർഷങ്ങളായിട്ട് നിങ്ങള് കൃഷിയൊന്നും ചെയ്യുന്നില്ലെന്നാണല്ലോ ഞാൻ കേട്ടത്. ഞാൻ നിന്നോട് ഒരുപാട് തവണ പറഞ്ഞതല്ലേ വീട്ടിൽ പൂജ നടത്തണമെന്ന്. പക്ഷെ നീ ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ഞാൻ എല്ലാം പരീക്ഷിച്ചു നോക്കി സർപഞ്ചി. പാവപ്പെട്ടവർക്ക് ഭക്ഷണം, പൂജ, ഭജന, കീർത്തനം. പക്ഷേ എന്റെ വിള ഓരോ തവണയും നശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അർജുൻ. നാം ധാന്യങ്ങൾ വളർത്തുന്നതോ ഏതെങ്കിലും പഴത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതോ ആയ ഭൂമി വിത്ത് വിതയ്ക്കുന്നയാളെ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സർപഞ്ചി. സഹോദര, ഇത് ലളിതമായ കാര്യമാണ്. ഭൂമി അതിന്റെ ഉടമയെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഉടമ ഭൂമി മറ്റൊരാൾക്ക് കൈമാറേണ്ടതാണ്. ഇതെല്ലാം ദാനം ചെയ്യണം. പിന്നെ കാടിനകത്ത് പോയിട്ട് ഈശ്വരനെ ആരാധിക്കണം. അല്ല, നിങ്ങൾക്കിപ്പോഴൊന്നും മനസ്സിലായിട്ടില്ലേ? സർപഞ്ചി പറഞ്ഞു വരുന്നത് നിങ്ങൾ എല്ലാ വർഷവും നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഭൂമി സർപഞ്ചിക്ക് കൊടുക്കൂ. സർപഞ്ചി നിങ്ങൾക്ക് അതിന് നല്ല വില തരും. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും പഠിച്ചവരാണല്ലോ. വല്ല നഗരത്തിലേക്കും പോയി സമാധാനമായി ജോലി ചെയ്ത് ജീവിക്കേ. എന്തായാലും ഈ പരിപാടി നിങ്ങൾക്ക് ചേർന്നതല്ല സഹോദര. അത് വേണ്ട സഹോദര, ഞാനൊരു കർഷകന്റെ മകനാണ്. എനിക്ക് ഈ തൊഴിൽ ചെയ്യാനാണ് ഇഷ്ടം. കൃഷി ചെയ്യുക എന്നത് എന്റെ രക്തത്തിൽ അലിഞ്ഞ കാര്യമാണ്. ഞാൻ എന്റെ കൃഷിയുടെ ഉപേക്ഷിച്ച് ദൂരെ പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, ഇത് പറയൂ, ഇനിയിപ്പോ എത്ര വലിയ ജോലിക്കാരനാണെങ്കിലും അവന്റെ തല യജമാനന്റെ ചെരുപ്പിന് താഴെയായിരിക്കും ഉണ്ടാവുക. ഇത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ സ്വന്തം മകൻ സൂരജിനെയും കൊണ്ട് അവിടുന്ന് പോയി. അവര് പോയി കഴിഞ്ഞപ്പോ ഹരിയ ഗ്രാമത്തലവനോട് മുഖസ്തുതി പറയുന്ന പോലെ പറഞ്ഞു, ഞാൻ ഒരുപാട് ധൈര്യശാലികളെ കണ്ടിട്ടുണ്ട് സർപഞ്ചി. പക്ഷേ അർജുനെ പോലെ ധൈര്യമുള്ളവരത്തിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കഴിഞ്ഞ 5 വർഷമായി അദ്ദേഹത്തിന്റെ വിളകൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ ബാങ്കിന്റെ കടവും നാട്ടിലുള്ള പലരുടെയും കടവും. ഇയാള് വല്ലാതൊരു വിചിത്ര വ്യക്തി തന്നെ. അയാൾക്ക് തോൽവി അംഗീകരിക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത് കളിമണ്ണ് കൊണ്ടാ തല നിർമ്മിച്ചതെന്നാ. അയാള് ബുദ്ധിമാന ആര്യാ. അയാളുടെ തലയിൽ കളിമണ്ണാണെന്ന് ഇനി പറയരുത്. എന്തായാലും ഒരു ദിവസം വരും, അന്ന് അവനെ കടക്കാരെല്ലാം എല്ലാ ഭാഗത്തു നിന്നും വളയും. അപ്പോഴവൻ എത്ര ധൈര്യശാലിയാണെന്ന് എനിക്കൊന്ന് കാണണം. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലാകുന്നില്ല സർപഞ്ചി. നിങ്ങൾ എന്തിനാ ആ ഭൂമിക്ക് വേണ്ടി വാശി പിടിക്കുന്നത്? നിങ്ങൾ വലിയ ധനവാനല്ലേ. അങ്ങ് വിചാരിച്ച കിട്ടാത്ത ഭൂമിയുണ്ടോ? ഇതിന് മാത്രം ആ മണ്ണിൽ എന്താ ഉള്ളത്? അങ്ങ് അതിന്റെ പിറകെ പോവാൻ വേണ്ടി. ആ ഭൂമിയിൽ ഞാനൊരു നിയമവിരുദ്ധമായ കൃഷി തുടങ്ങും. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് സർപഞ്ചി? നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ സർക്കാർ നൽകിയ വല്ല ലൈസൻസും ഉണ്ടോ? എടോ വിട്ടി, ഗ്രാമത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് അവന്റെ ഭൂമി. വനപാത തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. ആ ഭാഗത്തേക്ക് ഒരു മനുഷ്യനും വരാറില്ല. ആർക്കും ഒരു തരത്തിലുള്ള സംശയവും ഉണ്ടാകില്ല. അതൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യാനാ? അയാൾ പറഞ്ഞത് കേട്ടില്ലേ? അയാളുടെ ഭൂമി വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന്. ബാങ്കിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും അർജുൻ കടമായി മേടിച്ച പൈസയെല്ലാം തിരിച്ചടയ്ക്കാൻ കഴിയില്ലെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അതിനുശേഷം നോക്കാം ഇനി അവൻ എന്ത് ചെയ്യുമെന്ന്. ഗ്രാമത്തലവൻ അന്നത്തേന് ശേഷം ഗ്രാമത്തിലുള്ള ആൾക്കാരെയും ബാങ്കിലുള്ള ആൾക്കാരെയും അർജുനെതിരെയാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അവരെല്ലാവരും ഗ്രാമത്തലവൻ പറയുന്നത് വിശ്വസിക്കാൻ തുടങ്ങി. ഗ്രാമത്തലവൻ പറഞ്ഞു അർജുൻ പാപ്പരായെന്നും ഇനി ആരുടെ പൈസയും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന്. കടക്കാരെല്ലാരും വീട്ടിൽ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണേ? പണ്ടാണെങ്കിൽ നമ്മളെ ഈ കടക്കാരൊന്നും ശല്യപ്പെടുത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണെങ്കിൽ വീടിന് മുഴുവൻ അവർ ചുറ്റി നിൽക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ഇന്നലെ ബാങ്കിന്റെ മാനേജർ കുറച്ച് പോലീസുകാരെയും കൊണ്ട് വന്നിരുന്നു. നിങ്ങളെക്കുറിച്ച് പറയാൻ പാടില്ലാത്തെല്ലാം പറഞ്ഞു. ഒരുപക്ഷെ ദൈവം അവനെ പരീക്ഷിക്കുന്നതായിരിക്കാം. നിങ്ങൾ എന്താ നിങ്ങളുടെ 2 സെന്റ് ഭൂമി വിറ്റിട്ട് ഇവരുടെ കടങ്ങളൊക്കെ ഒന്ന് തീർക്കാത്തത്? നമുക്ക് നഗരത്തിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്യാം. നിങ്ങളും പഠിച്ചതല്ലേ, ഞാനും പഠിച്ചതല്ലേ. നമുക്ക് രണ്ടുപേർക്കും കൂടെ എന്തെങ്കിലും ജോലി ചെയ്ത് നന്നായി ജീവിച്ചൂടെ അവിടെ? ഇല്ല മഞ്ജു, ഒരു കാരണവശാലും ഞാൻ ഈ ഭൂമി വിൽക്കില്ല. ഇതിന്റെ എല്ലാം പിന്നിൽ ആ സർപഞ്ചാണുള്ളതെന്ന് എനിക്കറിയാം. നിനക്കറിയില്ല മഞ്ജു. ആ സർപഞ്ച് പുറമേ സ്നേഹവും സത്യസന്ധതയൊക്കെ കാണിക്കുമെങ്കിലും അയാളുടെ സ്വഭാവം വളരെ മോശമാണ്.
നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നേ? ഗ്രാമത്തലവനെ കുറിച്ച് നാട്ടുകാർ ഭയങ്കര പുഴത്തിയാണ് പറയുന്നത്. കാരണം സർപഞ്ചിനെ കുറിച്ച് ഒരു സത്യം അവർക്കറിയില്ല. എന്റെ പൂർവികരുടെ ഈ മണ്ണിൽ ലഹരി പദാർത്ഥങ്ങൾ വളർത്താനാണ് സർപഞ്ച് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് എന്റെ ഭൂമിയിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തണം. എന്തു വില കൊടുത്തും ഞാനത് തടഞ്ഞിരിക്കും മഞ്ജു. ഇത്രയും പറഞ്ഞുകൊണ്ട് അർജുൻ സൂരജിനെയും കൊണ്ട് കൃഷിഭൂമിയുടെ അടുത്തുപോയി. അവിടെ ചെന്ന് അർജുൻ സ്വന്തം കൃഷിഭൂമിനെ ഒന്ന് ശരിക്കും നോക്കി. അച്ഛാ, എല്ലാ വർഷവും കഠിനാധ്വാനം ചെയ്താണ് വിളവെടുക്കുന്നത്. എന്നാൽ നമ്മുടെ വിള മറ്റുള്ളവരുടേതുപോലെ ആകാത്തത് എന്തുകൊണ്ടാ? ഒന്നുകിൽ നമ്മുടെ വിളകൾക്ക് തീ പിടിക്കണം, അല്ലെങ്കിൽ പ്രാണികൾ ആക്രമിക്കണം. പിന്നെന്തുകൊണ്ടാ സംഭവിക്കുന്നത്? വിഷമിക്കാതിരിക്കൂ സൂരജ്, ഈ വർഷം അതുപോലെ സംഭവിക്കില്ല. ഈ വർഷം നമ്മൾ നമ്മുടെ വിളകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കും. വിളവെടുക്കുന്നതുവരെ നമ്മൾ വീട്ടിലേക്ക് പോവില്ല. അർജുൻ ഇത്രയും പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും അവന്റെ ചെവിയിൽ ഒരു വയസ്സന്റെ ശബ്ദം കേട്ടു. അവൻ തിരിഞ്ഞു നോക്കിയപ്പോ അവന്റെ മുമ്പിൽ ഒരു വയസ്സൻ നിൽക്കുകയായിരുന്നു. ആ വയസ്സന്റെ തലയിൽ ഒരു റൗണ്ട് തൊപ്പിയുണ്ടായിരുന്നു. അദ്ദേഹം നല്ല വില കൂടിയ ഉടുപ്പായിരുന്നു ധരിച്ചിരുന്നത്. താങ്കൾ ആരാണ്? എന്നോട് ക്ഷമിക്കണം, എനിക്ക് താങ്കളെ മനസ്സിലായില്ല. എന്റെ പേര് ശാന്ത എന്നാണ്. നിന്റെ അച്ഛൻ എന്നെ ശാന്തപ്രശാന്ത് എന്നാണ് വിളിച്ചിരുന്നത്. അല്ല, നിങ്ങൾക്ക് എന്റെ അച്ഛനെ അറിയൂ? അറിയുക മാത്രമല്ല, മറിച്ച് ഞാനും നിന്റെ അച്ഛനും വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു. പക്ഷെ നിങ്ങളെ ഞാൻ ഗ്രാമത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ശരിയാ, കാരണം തിരക്കേറിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഈ അടുത്ത് കാണുന്ന ആ കോട്ടേജിലാണ് ഞാൻ താമസിക്കുന്നത്. ശാന്തപ്രസാദ് പറഞ്ഞത് കേട്ട് അർജുൻ അവന്റെ കൃഷിഭൂമിയിലേക്ക് നോക്കി. ദൂരെ ഒന്ന് നോക്കിയപ്പോ അവിടെ ഒരു സുന്ദരമായ ഒരു കോട്ടേജ് ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ വളരെ തിരക്കിലാണ്, അതുകൊണ്ട് നിങ്ങളെ കാണാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടില്ല. ഈ വർഷം നിങ്ങൾ എന്താണ് നടുന്നത്? ഈ വർഷം എനിക്ക് കടുക് നടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അറിയില്ല അത് വളർത്താൻ കഴിയുമെന്നുള്ളത്. കാരണം എനിക്കിപ്പോൾ ഒരുപാട് കടമുണ്ട്. അതുകൊണ്ട് നാട്ടുകാരും 1 രൂപ പോലും കടം തരില്ല. ഇത്തവണ നഗരത്തിൽ പോയി വിത്തുകൾ വാങ്ങേണ്ടതാണ്. ഞാൻ നിന്നെ സഹായിക്കാം അർജുൻ. നോക്കൂ, നമ്മുടെ നാട്ടിൽ പല ആളുകളും കടുക് കൃഷി ചെയ്യാറുണ്ട്. നിന്റെ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന വിളകൾ ബ്രാൻഡ് ചെയ്തിട്ട് വേണം മാർക്കറ്റിൽ വിൽക്കേണ്ടത്. നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വർഷം നിങ്ങളുടെ ഭൂമിയിൽ ധാന്യം കൃഷി ചെയ്യണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ വിളവെല്ലാം നിങ്ങൾ പോപ്കോൺ ആക്കി മാറ്റിയിട്ട് ഒരു ബ്രാൻഡാക്കി മാറ്റി അത് വിൽക്കണം. അങ്ങനെ ചെയ്താ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾ വലിയൊരു ധനികനായി മാറും. ഇത്രയും പറഞ്ഞുകൊണ്ട് ശാന്തപ്രസാദ് ചോളത്തിന്റെ വിത്തുകളുള്ള സഞ്ചി കൊടുത്തു. ഇതെന്താ? ഇതൊരു പ്രത്യേക തരത്തിലുള്ള ധാന്യ വിത്തുകളാണ് അർജുൻ. നിങ്ങൾ ഈ വിത്ത് പാകുന്ന സമയം തൊട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഈ വിത്തുകൾ തഴച്ചു വളരാൻ തുടങ്ങും. ഇത്രയും പറഞ്ഞുകൊണ്ട് ശാന്തപ്രസാദ് അവിടുന്ന് പോയി. അല്ല, അച്ഛൻ അയാൾ പറയുന്നത് പോലെയൊക്കെ ചെയ്യാൻ പോവാണോ? നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ലല്ലോ മോനെ. പിന്നെ ശാന്തപ്രസാദിന്റെ വാക്കുകൾ എനിക്ക് വളരെയധികം ഇഷ്ടമായി. സത്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പുതിയൊരു ബിസിനസിന്റെ വഴി കാണിച്ചു തന്നു എന്നുള്ളതാണ്. അർജുൻ ശാന്തപ്രസാദ് കൊടുത്ത ചോളത്തിന്റെ വിത്തുകൾ അവന്റെ കൃഷിഭൂമിയിൽ വിതറി. ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോ അവന്റെ കൃഷിഭൂമിയില് ചോളം വളർന്നു വലുതായിരിക്കുന്നു. ഇത് വളരെ അതിശയകരമായിരിക്കുന്നു സൂരജ്. ഞാൻ ഇവിടെ ഇന്നേ വരെ ഇങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് ശാന്തപ്രസാദിനെ വളരെയധികം വിശ്വാസമുണ്ടായിരുന്നു. അദ്ദേഹം ചെറിയൊരു ശാസ്ത്രജ്ഞനാ. പക്ഷേ എനിക്കൊന്നും മനസ്സിലായില്ല അച്ഛാ. അയ്യോ, നിനക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? ഞാൻ ശാന്തപ്രസാദിനെ ശാസ്ത്രജ്ഞൻ എന്ന് വിളിച്ചത് ഭൂരിഭാഗം ശാസ്ത്രജ്ഞരും വിവേചനം നിറഞ്ഞ മേഖലകളിൽ പ്രവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്നു. 15 ദിവസം കഴിഞ്ഞപ്പോ ചോളം നന്നായി തന്നെ വളർന്നു വലുതായി. അർജുനും ഭാര്യയും കൂടെ ചേർന്ന് ആ വിളവെല്ലാം കൊയ്തെടുത്തു. നഗരത്തിൽ അർജുൻ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവന്റെ കട മോളിന്റെ അടുത്തായിരുന്നു. അത് വെറുതെ കിടക്കുകയായിരുന്നു. അവൻ ആ കട കൂട്ടുകാരന്റെ കയ്യിൽ നിന്നും കുറച്ചു ദിവസത്തേക്ക് വാടകയ്ക്ക് എടുത്തു. അർജുൻ ആ ചോളം വെച്ച് പോപ്കോൺ ഉണ്ടാക്കാൻ തുടങ്ങി. അർജുനും ഭാര്യയും മോനും നഗരത്തിലിരുന്ന് പോപ്കോൺ വിൽക്കാൻ തുടങ്ങി. ആ സമയം കൊണ്ട് അവരുടെ പോപ്കോൺ സൂരജ് പോപ്കോൺ എന്ന ബ്രാൻഡിൽ പ്രശസ്തമായി. അർജുന്റെ ഈ വളർച്ച കണ്ട് ഗ്രാമത്തലവന് ഭയങ്കര ചിന്തയായി. ഗ്രാമത്തലവൻ കൂട്ടുകാരനായ ഹരിയോട് പറഞ്ഞു, അല്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ അർജുൻ എങ്ങനെയാ രാത്രിക്ക് രാത്രി ഇത്ര പണക്കാരനായി മാറിയത്? എന്റെ എല്ലാ കടങ്ങളും അവൻ തിരിച്ചടച്ചു. മാത്രമല്ല ബാങ്കിന്റെ വായ്പ പോലും തിരിച്ചടച്ചു കഴിഞ്ഞു.
എനിക്കിതെല്ലാം കണ്ടിട്ട് വളരെ വിചിത്രമായി തോന്നുന്നു ഹരിയ. എനിക്കും സർപഞ്ചി പറഞ്ഞ പോലെ വിചിത്രമായി തന്നെയാ തോന്നുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ എല്ലാ വർഷവും അർജുന്റെ വിളയ്ക്ക് തീയിടാറുണ്ടായിരുന്നതല്ലേ? അല്ല, അതല്ലാതെ അവന്റെ വിള നശിപ്പിക്കുന്ന എന്തെങ്കിലും രാസവസ്തുക്കളോ മറ്റോ ഉപയോഗിച്ചോ? അല്ല, ഇത്തവണയും നിങ്ങൾ അത് തന്നെയല്ലേ ചെയ്തത്. പക്ഷെ ഇത്തവണ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല അല്ലേ? അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് എന്റെ ബോധം നഷ്ടപ്പെടുന്നു ഹരിയ. കാരണം അവന്റെ ചോളവിളയ്ക്ക് തീയിടാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ ഇത്തവണ അവന്റെ വിളവിന് തീ പിടിച്ചില്ല. ഞാൻ ആ വിളകൾ നശിപ്പിക്കാൻ വേണ്ടി കെമിക്കലുകൾ വരെ പ്രയോഗിച്ചു നോക്കി. പക്ഷേ ആ കെമിക്കലിനും അവന്റെ വിളയിൽ നാശങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെന്നേ. കഷ്ടം. എനിക്കിതിലെന്തോ പന്തികേട് തോന്നുന്നു ഹരിയ. എന്തൊക്കെയായാലും 15 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് ഒരിക്കലും പാകമാവില്ല. ഇതിലെന്തോ ഒരു മാന്ത്രികവിദ്യ ഉപയോഗിക്കുന്നുണ്ടെന്നാ തോന്നുന്നത്. എന്തായാലും നമുക്ക് ഇന്ന് രാത്രി ആ കൃഷിയിടത്തിൽ പോയി നിരീക്ഷിക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് കണ്ടെത്താൻ പറ്റും. ഗ്രാമത്തലവൻ ഹരിയുടെ കൂടെ അർജുന്റെ കൃഷിഭൂമിയിൽ ചെന്നു. രാത്രി സമയം അവര് രണ്ടുപേരും അർജുന്റെ ചോള കൃഷിയിൽ ഒരു കണ്ണുവെക്കാൻ തുടങ്ങി. പക്ഷെ പാതിരാത്രി സമയം അവര് കണ്ട കാഴ്ച അവർക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവര് നോക്കുമ്പോൾ അർജുന്റെ കൃഷിഭൂമിയുടെ മുമ്പിൽ ഒരു മൈതാനത്തിൽ ഒരുപാട് നിറമുള്ള കിരണങ്ങൾ വരാൻ തുടങ്ങി. അങ്ങനെ അവിടെ സുന്ദരമായ ഒരു കോട്ടേജും വന്നു. ആ കോട്ടേജിൽ നിന്നും ഒരു വ്യക്തി പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ കയ്യിൽ ഒരു വടിയുണ്ടായിരുന്നു. ആ വടി വെച്ച് അയാള് ആ ചോളത്തിന്റെ ഇലയിൽ സ്പർശിച്ചപ്പോ തന്നെ ചോളം രാത്രി കൊണ്ട് വളർന്നു വലുതായി. ഹരിയ, ഞാൻ ഈ കാണുന്നതെല്ലാം നീ കാണുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞത് ശരിയാ സർപഞ്ചി. ഇതേതോ അത്ഭുത ശക്തിയുള്ള മനുഷ്യനാണ്. അർജുനെ സഹായിച്ചത് ഇയാളാണെന്നാ തോന്നുന്നത്. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും ഹരിയ? അർജുന്റെ ഭൂമി കൈക്കലാക്കുന്ന സ്വപ്നം താങ്കൾ ഉപേക്ഷിക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് മിണ്ടാതെ വീട്ടിൽ പോകുന്നതാ നല്ലത്. എന്തിനാ വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നേ? ഇല്ല, ആ അത്ഭുത സിദ്ധിയുള്ള വ്യക്തി ആരാണെന്ന് എനിക്ക് അറിഞ്ഞേ തീരൂ. അയാൾ എന്തിനാ അർജുനെ സഹായിക്കുന്നത്? ഇത്രയും പറഞ്ഞുകൊണ്ട് ഗ്രാമത്തലവൻ ആ വ്യക്തിയുടെ മുമ്പിൽ വന്നു. ആ വ്യക്തി വേറെ ആരുമല്ലായിരുന്നു, ശാന്താപ്രസാദ് തന്നെയായിരുന്നു. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് അർജുനെ സഹായിക്കുന്നത്? ഞാൻ എന്തിനാ അർജുനെ സഹായിക്കുന്നതെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ എന്തിനാണ് അർജുനെ ഉപദ്രവിക്കുന്നതെന്ന് എനിക്കറിഞ്ഞേ തീരൂ. കാരണം എന്താണെന്ന് എന്നോട് പറയൂ. അല്ല, ഇത് ചോദിക്കാൻ നിങ്ങൾ ആരാ? ഞാൻ ഒരു അത്ഭുത സിദ്ധിയുള്ള വ്യക്തിയാണ്. മറ്റൊരു ഗ്രഹത്തിലുള്ള താമസക്കാരനാ. അർജുന്റെ വയലുകൾക്ക് സമീപം മറ്റൊരു ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും മനുഷ്യരൂപത്തിൽ ഈ കൃഷിയിടത്തിലേക്ക് വരാറുണ്ട്. നിങ്ങൾ ആ പാവപ്പെട്ടവന്റെ കൃഷിയിടം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഞാൻ ഒരുപാട് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇന്ന് നിങ്ങളുടെ സമയം തീർന്നിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ശാന്താപ്രസാദ് ആ വടിയെടുത്ത് അവരെ സ്പർശിച്ചു. സ്പർശിച്ചതിന് ശേഷം അവര് രണ്ടുപേരും ഒരു നോക്കുകുത്തിയായി മാറുകയും ചെയ്തു. ശാന്താപ്രസാദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഇനി വർഷങ്ങളോളം ഈ വയലിനെ സംരക്ഷിക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് ശാന്താപ്രസാദ് അവിടുന്ന് അപ്രത്യക്ഷമായി. അതിനുശേഷം ശാന്താപ്രസാദിനെ അർജുൻ കണ്ടിട്ടേയില്ല. അവൻ ഒരിക്കലും അറിയാൻ പറ്റിയില്ല ശാന്താപ്രസാദ് ആരായിരുന്നു എന്ന്. പക്ഷെ അർജുന്റെ ചോള കൃഷി ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ വിളവുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൂരജ് എന്ന പേരുള്ള പോപ്കോൺ എല്ലായിടത്തും നല്ല രീതിയിൽ എത്താൻ തുടങ്ങി. അർജുൻ ഇന്നും ചോളത്തിന്റെ കൃഷി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉധവ്പൂർ ഗ്രാമത്തിന് ചുറ്റും കൊടും കാടായിരുന്നു. ഈ കാട്ടിലാണ് ഗ്രാമത്തിലെ ജനങ്ങൾ പൂജ ചെയ്തിരുന്നത്. മാത്രമല്ല, ഇവർക്ക് മുള കൊണ്ടുണ്ടാക്കിയ വീടുകൾ, അതിന്റെ സാധനങ്ങളെല്ലാം ഉപയോഗിക്കുമായിരുന്നു. ഈ ഗ്രാമത്തിൽ സോംനാഥ് എന്ന പേരുള്ള ഒരു ആശാരി ഉണ്ടായിരുന്നു. മറ്റൊരു നല്ല ദിവസം. മരദൈവത്തിന്റെ ആശീർവാദത്താൽ ഈ ഭൂമി നന്നായിരിക്കട്ടെ. അപ്പോഴാണ് അവിടെ ഉദയ്പൂർ ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ വന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് സോംനാഥ്? എല്ലാം നന്നായിട്ട് പോവല്ലേ? എല്ലാം വനദൈവത്തിന്റെ ആശീർവാദമാ. നിങ്ങൾ പറയൂ, എന്താ ഈ വഴിക്ക്? എന്റെ വീട്ടിന്റെ കതവ് ശരിയാക്കണമെന്നേ. നിനക്ക് സമയമുണ്ടെങ്കിൽ ഒന്ന് വന്ന് ശരിയാക്കിത്തടാ. ശരി നേതാവേ. ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്ന പുതിയ കോൺട്രാക്ടർ ഒരു ജോലി ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ജോലി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് വന്നോളാം. അത് ശരി, പക്ഷെ കോൺട്രാക്ടർ എന്തിനാ നിന്നെ വിളിച്ചത്? അറിയില്ല നേതാവേ, അങ്ങോട്ടേക്ക് പോയാലേ എനിക്ക് അറിയുള്ളൂ. ആ കോൺട്രാക്ടർ അത്ര നല്ലവനൊന്നുമല്ല. സൂക്ഷിച്ച് ജോലി ചെയ്യണം കേട്ടോ. കുറെ നാളുകളായി ഇവിടുത്തെ ചെമ്മരങ്ങളൊക്കെ വെട്ടി വിൽക്കണമെന്നാ അവൻ എന്റെ അടുത്ത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ?
ഞാൻ എന്നെ കൊണ്ട് പറ്റില്ലെന്നങ്ങ് പറഞ്ഞു. ഈ കാര്യവും പിടിച്ച് എപ്പോഴും എന്റെ പെറുക്ക കൂടെ നടക്കുക. ശരി നേതാവേ, എന്തെങ്കിലും തെറ്റായിട്ടുള്ള ജോലിയാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങളുടെ അടുത്ത് വന്ന് പറയാം. ഗ്രാമത്തലവൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സോംനാഥ് തന്റെ മനസ്സിൽ വെച്ചു. അതിനുശേഷം സോംനാഥ് സൂപ്പർവൈസറുടെ വീട്ടിലേക്ക് പോയി. വാ സോംനാഥ്, എന്താ വരാൻ ഇത്രയും ലേറ്റ് ആയത്? ഞാൻ നേതാവിന്റെ അടുത്ത് സംസാരിച്ച് നിന്നത് കാരണം കുറച്ച് ലേറ്റായി പോയി. എന്നാ നിങ്ങൾ പറയൂ, എന്ത് ജോലിക്ക് വേണ്ടിയാ നിങ്ങൾ എന്നെ വിളിച്ചത്? നീ ഈ ഗ്രാമത്തിലെ ഏറ്റവും നല്ല പണിക്കാരെന്നാണ് ഞാൻ കേട്ടത്. അത് സത്യമല്ലേ? അതേ കോൺട്രാക്ടറെ, മുള വെച്ച് ഞാൻ വീടും കെട്ടാറുണ്ട്. പറയൂ, ഞാൻ നിങ്ങൾക്ക് എന്താ കെട്ടിത്തരേണ്ടത്? അതെയോ, നീ മുള കൊണ്ട് മാത്രമേ വീട് കെട്ടുള്ളൂ? അങ്ങനെയാണെങ്കിൽ ആ വനത്തിനകത്തുള്ള ചെമ്മരങ്ങളൊക്കെയോ? നിങ്ങൾ എന്താണ് ഈ പറയുന്ന കോൺട്രാക്ടറെ? നിങ്ങൾ പുതിയ ആളായത് കാരണം ഇത്തവണത്തേക്ക് ഞാൻ വിട്ടുകളയാം. പക്ഷെ ഒന്ന് ഓർമ്മ വെച്ചോളൂ, ഈ ചെമ്മരങ്ങളെല്ലാം ഞങ്ങൾ ദൈവമായി വണങ്ങുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനത്തെ ജോലികളൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ശരി, അതൊക്കെ ശരിയാ. പക്ഷെ നീ എന്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാ നിനക്ക് കുറേ പൈസ കിട്ടുമല്ലോ. ഈ ചെമ്മരങ്ങൾക്കൊക്കെ നഗരത്തിൽ നിറയെ പൈസ കിട്ടും. നഗരത്തിൽ എത്ര പൈസ കിട്ടിയാൽ എന്താ? ഇത് ഉദ്ധവ്പൂർ ഗ്രാമമല്ലേ? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ പഞ്ചായത്തിൽ പോയി പറയാൻ പോവാണ്. നിങ്ങളെ പോലത്തെ ഒരാളിന് ഈ ഗ്രാമത്തിൽ താമസിക്കാൻ യാതൊരു അർഹതയുമില്ല. വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാതെ മോനെ. നിങ്ങളെ പോലത്തെ ഗ്രാമവാസികളെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. പോയി പഞ്ചായത്തിൽ കംപ്ലൈന്റ് ചെയ്യ. സോംനാഥ് സൂപ്പർവൈസറുടെ ഈ വാക്കുകൾ കേട്ട് വീട്ടിലേക്ക് തിരിച്ചുപോയി. സോംനാഥിന്റെ മുഖത്തെ വിഷമം കണ്ട് മീന അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇത്? എന്തുപറ്റി? ഇന്ന് കടയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല മീന, ആ പുതിയ കോൺട്രാക്ടർ വന്നിട്ടില്ലേ? എപ്പോ നോക്കിയാലും വനം വെട്ടുന്നതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ അദ്ദേഹത്തിനെതിരെ കംപ്ലൈന്റ് ചെയ്തൂടെ? ഇപ്പോഴാണ് ഞാൻ പഞ്ചായത്തിലേക്ക് പോയി കാര്യം പറഞ്ഞിട്ട് വരുന്നത്. നാളെ പഞ്ചായത്തുണ്ട്. ആ സമയം ഇയാളെ നാട് വിട്ട് അയക്കാനാണ് ഞങ്ങളെല്ലാം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വളരെ ശരിയായ തീരുമാനമാണ്. ഇതുപോലെയുള്ള കള്ളന്മാർക്കും പണത്തിനു വേണ്ടി എന്തും ചെയ്യുന്നവർക്കും ഈ ഗ്രാമത്തിൽ നിൽക്കാൻ അർഹതയില്ല. ഗ്രാമവാസികളിൽ ഒരുവിധം എല്ലാവരും പഞ്ചായത്തിന് വന്നു. ഗ്രാമത്തലവൻ, സോംനാഥ്, മീന, പഞ്ചായത്തുമായി ബന്ധപ്പെട്ട എല്ലാവരും. പിന്നെ അവിടെ രേഖയും സന്തോഷമുണ്ടായിരുന്നു. എന്താ അത്ര വലിയ കാര്യം സംഭവിച്ചത്? എന്തിനാ ഞങ്ങളെല്ലാം ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? നിങ്ങൾക്കൊന്നും ഒരു പണിയും ഇല്ലാതെ ഇരിക്കല്ലേ? നിങ്ങളിരുന്ന് പഞ്ചായത്ത് നോക്കിക്കോ. എന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? പഞ്ചായത്ത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ? പിന്നെ ഞങ്ങൾ എന്തിനാ നിങ്ങളെ വിളിക്കേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ കോൺട്രാക്ടറെ? അതിന് ഞാൻ എന്താ ചെയ്തേ? ഞങ്ങൾക്കെല്ലാം അറിയാം. ഞങ്ങളുടെ പച്ചപ്പുള്ള വനത്തിൽ നിന്ന് മരങ്ങൾ വെട്ടിക്കൊണ്ടു പോകാനല്ലേ തന്റെ പദ്ധതി. അത്രമാത്രമല്ല, എനിക്ക് പൈസ തന്ന് എന്നെ മേടിക്കാനും നീ ട്രൈ ചെയ്തില്ലേ? ഇനി ഭാവിയിൽ പണം സമ്പാദിക്കുന്നതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ ഗ്രാമം വിട്ടു പോകുന്നതാ നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ ഈ പദ്ധതിയൊന്നും ഇവിടെ നടക്കത്തില്ല കോൺട്രാക്ടേ. ഉടനെ തന്നെ ഈ ഗ്രാമം വിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ. അതാണ് നിങ്ങൾക്ക് നല്ലത്. ദാ കിളവനെ കണ്ടില്ലേ? എല്ലാരെയും നിങ്ങളെ കൊണ്ട് പിടിച്ചു കെട്ടാൻ പറ്റില്ലതാ. സന്തോഷം, രേഖയുടെയും കുടുംബം ഇതിന്റെ നല്ലതിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു. അവര് നിങ്ങളെ പോലത്തെ മണ്ടന്മാരല്ല. എന്ത്? നിങ്ങളെ കൊണ്ട് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നു? പൈസയ്ക്ക് വേണ്ടിയായിട്ട് നമ്മൾ ഇത്രയും നാള് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവത്തിനെ എങ്ങനെ നിങ്ങളെ കൊണ്ട് വെട്ടാൻ കഴിയുന്നു? മതി, ഒരുപാടൊന്നും നീ സംസാരിക്കണ്ട. നിനക്ക് മുള മുറിക്കാമെങ്കിൽ ചുവന്ന മരം മുറിക്കുന്നതിന് പിന്നെന്താ തടസ്സം? ഞങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് ഒരു ചിന്തയുമില്ല. കോൺട്രാക്ടർ പറഞ്ഞ കാര്യം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞങ്ങൾ വെട്ടാൻ കൂടെ നിൽക്കാം. നിങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചത് കാരണം ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങളും ഈ കോൺട്രാക്ടറിന് കൂടെ ചേർന്ന് ഈ നാട് വിട്ട് വെളിയിൽ പോയിക്കോളൂ. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങളുടെ ബുദ്ധി എവിടെയെങ്കിലും അഴിച്ചു വെച്ചിരിക്കുകയാണോ? എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഈ നാട്ടുകാര് വനത്തിനെ അവരുടെ ദൈവമായാണ് കരുതുന്നത്. അവിടെയുള്ള ചെമ്മരങ്ങളെ വെട്ടണം ഞങ്ങൾ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. നിങ്ങൾക്കൊക്കെ ഈ നാട്ടിൽ ഒരു സ്ഥാനവുമില്ല. കാരണം നിങ്ങൾ ഇവിടുത്തെ ചെമ്മരങ്ങളെയാ വെട്ടാൻ തീരുമാനിച്ചത്. ഷേ, സോംനാഥിന് നേതാവിന് ഇത് ഒട്ടും ശരിയാവത്തില്ല. ഈ കാടിന് വേണ്ടി ഈ ജനങ്ങളെല്ലാരും എന്റെ അടുത്തേക്ക് ഒരു ദിവസം വരും, തീർച്ചയായും വരും. ഞാനും നോക്കട്ടെ ഈ സോംനാഥ് ഈ ഗ്രാമത്തിൽ കിട്ടുന്ന മുളകൾ വെച്ച് എന്തുമാത്രം സാധനങ്ങൾ ചെയ്ത് വിൽക്കുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് സൂപ്പർവൈസർ അവിടെ നിന്നും പോയി. അവരെന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നമ്മളെന്താ വല്ലാതെ കഷ്ടപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടാണല്ലോ അവര് പോയത്. എനിക്കെന്തോ വല്ലാതെ പേടിയാകുന്നു. ഇവൻ പോയി എന്ത് കാണിക്കാൻ പോകുന്ന എനിക്ക് അറിയില്ലല്ലോ. എന്ത് ശാന്തമായ ഗ്രാമം. ഇവനെ പോലത്തെ ക്രൂരന്മാര് കാരണം അശാന്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ശരിയാ നിങ്ങൾ പറഞ്ഞത്. ഈ കോൺട്രാക്ടർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. നമുക്ക് നോക്കാം. വനദേവൻ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി പേടിക്കണം? നീ ശരിയാ പറഞ്ഞത് സോംനാഥ്.
ആ വനദൈവം നമുക്ക് തീർച്ചയായും ഒരു നല്ല വഴി കാണിക്കും. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. പോയി മുളയും വെട്ടാനുണ്ട് നിങ്ങളുടെ കതവ് ശരിയാക്കാൻ വേണ്ടി. ഇനിയും കുറച്ച് സമയത്തിൽ ഇരുട്ടാൻ പോവല്ലേ. നീ നാളെ പോയി ചെയ്താ മതി. ഗ്രാമത്തലവൻ പറഞ്ഞത് ശരിയാണ്. ഇപ്പോ തന്നെ ഒരുപാട് വൈകി. ഇനി എന്തായാലും നാളെ പോയാ മതി. ഞാൻ വേഗം തന്നെ പോയി വെട്ടിയിട്ട് വരാം. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. സോംനാഥ് അവിടെ നിന്നും നേരെ കാട്ടിലേക്ക് പോയി. ആ സമയം സൂപ്പർവൈസറുടെ വീട്ടിൽ സന്തോഷവും രേഖയും ചേർന്ന് എന്തൊക്കെയോ സംസാരിക്കുകയായിരുന്നു. ശരി, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആ ചെമ്മരങ്ങൾ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ ഈ നശിച്ച ഗ്രാമത്തിൽ ജീവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഈ മണ്ടന്മാരെ എങ്ങനെ പറഞ്ഞു വിശ്വസിപ്പിക്കാനാ? ഈ കാട് കൊണ്ട് ഇവർക്ക് എന്ത് പ്രയോജനമാ ഉള്ളത്? ഈ ജനങ്ങളെ നമ്മൾ പിന്നിൽ നിന്ന് തള്ളിയാലേ പറ്റൂ. മുളയ്ക്ക് പകരം ചെമ്മരങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പറയണം. പക്ഷെ അതെങ്ങനെ ചെയ്യാൻ പറ്റും? അതെങ്ങനെയെന്ന് വെച്ചാ നമ്മുടെ ഗ്രാമത്തിൽ തീ അങ്ങ് വെച്ച് കളയാം. എല്ലാ വീടും എരിഞ്ഞു കഴിഞ്ഞാ പിന്നെ എവിടെ പോയി താമസിക്കും അവര്? വേറെ വീട് കാണില്ലല്ലോ. എന്നാലേ ഇവന്മാർക്കൊക്കെ ബുദ്ധി വരുള്ളൂ. നന്നായി. പിന്നെ എന്തിനാ വൈകിക്കുന്നേ? നമുക്ക് ഇന്ന് തന്നെ പോയി കൊളുത്തി കളയാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതേ സമയത്ത് തന്നെയാണ് സോംനാഥ് മുള വെട്ടാനായി കാട്ടിലേക്ക് പോയത്. അദ്ദേഹം നോക്കുമ്പോൾ ആ കാട്ടിൽ ഒരു മനുഷ്യൻ മുളന്തോട്ടത്തിൽ ഇരിക്കുന്നത് കണ്ടു. എടോ, എന്താ കാര്യം? എന്തിനാ ഈ കാട്ടിനകത്ത് തനിച്ചു വന്നിരിക്കുന്നേ? എനിക്കെന്താ ചേട്ടാ ഇവിടെ ഒന്ന് ചുമ്മാ ഇരിക്കാൻ വട്ടാണോ? ഞാനൊരു പാവാ. എന്റെ കൂടെ വന്നവരെന്നെ ഇവിടെ തന്നെ വിട്ടിട്ട് അങ്ങ് എങ്ങോട്ടേക്കോ പോയി. ഇത് വളരെ വിഷമം വരുന്ന കാര്യമാ. ശരി, പറയൂ, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ നിങ്ങളെ എന്റെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോട്ടെ. വേണ്ട ചേട്ടാ, വേണ്ട. അവരെന്നെ ഈ അവസ്ഥയിൽ തന്നെ ഇവിടെ വിട്ടിട്ട് പോയല്ലോ. എന്ത് ചെയ്യാനാ? ഞാൻ ഇനി ആർക്കും ഒരു ഭാരമായിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ എനിക്ക് ഒരേ ഒരു ഹെൽപ്പ് ചെയ്താൽ മതി. നിങ്ങൾ എന്റെ കാലുകൾ മാത്രം തിരിച്ചു തന്നാൽ മതി. അത് പറ്റാത്ത കാര്യമല്ലേ? അതെങ്ങനെ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയും? അങ്ങനെയാണെങ്കിൽ ചേട്ടാ, എന്നെ ഈ കാട്ടിനകത്ത് തന്നെ വിട്ടിട്ട് പോകും. ഇല്ല, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ സോംനാഥ് ആ മുളകൾ വെച്ച് ഒരു വീൽ ചെയർ ഉണ്ടാക്കി. ഇതെടുത്തോളൂ. ഇനി ഇത് വെച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാൻ കഴിയും. അതല്ലാതെ വേറെ ആർക്കും നിങ്ങളൊരു ഭാരവും ആവില്ല. ഇപ്പം നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുമല്ലോ അല്ലേ? വളരെ നന്നായിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെ ഞാൻ നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് ആ മനുഷ്യൻ ഒരു വനദേവനായി മാറി സോംനാഥിനു മുൻപിൽ പ്രത്യക്ഷപ്പെട്ടത്. സോംനാഥ്, ഞാൻ നിന്റെ പ്രവൃത്തി കണ്ട് വളരെ സന്തോഷപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല നിന്റെ ബുദ്ധിയും. ഈ ഗ്രാമത്തിനൊരു വലിയ സങ്കടം നടക്കാൻ പോവാ. ഞാൻ നിനക്കൊരു വരം തരാം. അത് നീ ശരിയായി ഉപയോഗിച്ച് ഈ ഗ്രാമത്തിനെ രക്ഷിക്കണം. എന്റെ ആശീർവാദം എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ട്. എന്ത് സങ്കടമാ? മീനയും നാട്ടുകാരും നന്നായിട്ടല്ലേ ഇരിക്കുന്നത്? നീ അതിനെക്കുറിച്ച് ഓർക്കണ്ട. ആരുടെ ജീവനും ഒരു ആപത്തും വരാൻ പോകുന്നില്ല. ഞാൻ നിനക്ക് ഉടയ്ക്കാൻ പറ്റാത്ത വജ്രം പോലെ ശക്തമായ മുള തരാം. അത് നീ പറയുന്നതെല്ലാം കേൾക്കും. എപ്പം വിചാരിച്ചാലും ആ മുളകൾ നിന്റെ മുമ്പിലേക്ക് വരും. ആ മുളകൾ എപ്പം എവിടെ വെച്ച് ഉപയോഗിക്കണമെന്ന് ഞാൻ പറയാം നിനക്ക്. വളരെ നന്ദിയുണ്ട് സ്വാമി, വളരെ നന്ദിയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വനദേവൻ അവിടെ നിന്നും മറഞ്ഞുപോയി. സോംനാഥ് ആണെങ്കിലോ ഗ്രാമത്തെ ലക്ഷ്യമാക്കി ഓടാൻ തുടങ്ങി. നേതാവേ, ഇവിടെ എന്തായി സംഭവിക്കുന്നത്? എങ്ങനെയാ ഇവിടെ തീ പിടിച്ചത്? എനിക്കറിയില്ല. ഇത്രയും വലിയ തീ പിടിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ എവിടെ പോയി താമസിക്കുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കരയരുത് നേതാവേ. ഈ സമയം നിങ്ങൾ വേണം ശക്തമായിരിക്കാൻ. ആ കോൺട്രാക്ടർ എവിടെയാ? അവരെ പറ്റി എനിക്ക് ഒന്നും അറിയില്ല മോനെ. ഇതെല്ലാം അവരുടെ പണിയായിരിക്കും എന്നാ എനിക്ക് തോന്നുന്നേ. തീർച്ചയായും ചെമ്മരങ്ങൾ വെട്ടണമെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞ്, അതും ഈ സമയത്ത് നമ്മുടെ അടുത്ത് അത്രയ്ക്കുള്ള മുളകളൊന്നും ഇല്ലല്ലോ. നമ്മളെ കൊണ്ട് വീടുകളും കെട്ടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോന്നേ? ഇതിനുള്ള ഉത്തരങ്ങളെല്ലാം നാളെ പഞ്ചായത്തിലേ നമുക്ക് കിട്ടത്തുള്ളൂ. പിറ്റേ ദിവസം രാവിലെ പഞ്ചായത്തിലേക്ക് സൂപ്പർവൈസറും തന്റെ കൂട്ടുകാരും ചേർന്ന് വന്നു. എന്നിട്ട് ഗ്രാമവാസികളോടായി തങ്ങളുടെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. ഈ ഗ്രാമത്തിലെ എല്ലാ വീടുകളും എരിഞ്ഞുപോയി. ഇത്രയും വീടുകളും മുളകൾ കൊണ്ട് കെട്ടുന്നത് ഇപ്പൊ വളരെ കഠിനമാണ്. കാരണം അത്രയും മുളകൾ ഇപ്പൊ ഈ ഗ്രാമത്തിലില്ല. പക്ഷെ നിങ്ങൾ ഗ്രാമത്തിലുള്ള ആൾക്കാർ ആശിച്ച ഞാൻ നിങ്ങളുടെ എല്ലാ വീടുകളും തിരിച്ചു കെട്ടിത്തരാം ചെമ്മരത്തില്. നീ തന്നെ തീ വെച്ചിട്ട് നീ തന്നെ വീട് കെട്ടിത്തരാന്നോ? ഒരിക്കലും ഞങ്ങൾ ആ ചെമ്മരങ്ങൾ വെട്ടാൻ പോകുന്നില്ല. നിന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമോ നീ പോയി ചെയ്യ. പക്ഷേ സോംനാഥ്, ഇതിന് വേറെന്താണ് ഒരു വഴി? പറയേ സോംനാഥ്, നീയല്ലേ ബുദ്ധിശാലി. എന്താണ് അതിനൊരു വഴി? ഈ പ്രശ്നത്തിന് എന്താണ് ഒരു അറുതി പറയാൻ പോന്നേ?
ഇവന്റെ വീട് കത്തിപ്പോയില്ലേ, അതോടെ ഇവന്റെ ബുദ്ധിയും മങ്ങിപ്പോയെന്ന് തോന്നുന്നു. നിങ്ങൾ ഒന്നിനെ കൊണ്ട് പേടിക്കേണ്ട നേതാവേ, എന്റെ അടുത്ത് വനദൈവത്തിന്റെ ആശീർവാദമുണ്ട്. എന്താശീർവാദമാ? കാട്ടിൽ നടന്ന എല്ലാ കാര്യങ്ങളും സോംനാഥ് ഗ്രാമത്തലവനോടും ഗ്രാമവാസികളോടുമായി വിശദീകരിച്ചു. എന്ത്? അതെയോ? ഇത് ശരിക്കും നല്ല കാര്യമല്ലേ? അവൻ പറയുന്നൊന്നും കേൾക്കണ്ട. അവൻ അവന്റെ വ്യാപാരം നടത്താൻ വേണ്ടി എന്തൊക്കെയോ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലല്ലേ അവന്റെ മുള കൊണ്ടുള്ള വീടുകൾ കെട്ടി അവന് പൈസ ഉണ്ടാക്കാൻ പറ്റൂ. ഞാനിപ്പോ ഒരേ ഒരു വീട് മാത്രമേ കെട്ടാൻ പോകുന്നുള്ളൂ. നീ എന്താ മോനെ ഇങ്ങനെ പറഞ്ഞേ? നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കൂ. എല്ലാരും മണ്ടന്മാരെന്നാണോ നീ വിചാരിക്കുന്നേ? നിങ്ങൾ ആർക്കൊക്കെ വീട് വേണോ, അതും ഫ്രീന് ആർക്കൊക്കെ വീട് വേണോ, എല്ലാരും എന്റെ അടുത്ത് വന്ന് പറഞ്ഞാ മതി. മനസ്സിലാവുന്നുണ്ടോ? ഇത്രയും പറഞ്ഞുകൊണ്ട് സൂപ്പർവൈസർ രേഖയെയും സന്തോഷിനെയും കൂട്ടി അവിടെ നിന്നും പോയി. എല്ലാവരും സോംനാഥിനെ സംശയദൃഷ്ടിയോടുകൂടി നോക്കാൻ തുടങ്ങി. ഞാൻ ജോലി തുടങ്ങാൻ പോവാ. നിങ്ങൾക്കെല്ലാവർക്കും എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരാം. എല്ലാവർക്കും ഇവിടെ ഒരു ആശങ്കയുണ്ട്. എല്ലാരും ഭയന്നിരിക്കുക. പക്ഷെ ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട് സോംനാഥ്. നീ തുടങ്ങിക്കോ. അതേ പഞ്ചായത്ത് നടന്ന ആ സ്ഥലത്ത് തന്നെ സോംനാഥ് തന്റെ മുളകൾ കൊണ്ട് ഒരു വളരെ വലിയ കെട്ടിടമുണ്ടാക്കാൻ തീരുമാനിച്ചു. തന്നെത്താൻ പറന്നു പോകുന്ന ആ മുളകൾ കണ്ട് ഗ്രാമവാസികൾ അത്ഭുതപ്പെട്ടു. വനദൈവം വിജയിക്കട്ടെ, സോംനാഥ് വിജയിക്കട്ടെ. എല്ലാവരും വിജയിക്കട്ടെ വിജയിക്കട്ടെ എന്ന് ഉരുവിട്ടു. സൂപ്പർവൈസർ പിറ്റേ ദിവസം കോപാകുലനായി ചിന്തിച്ചു. എന്താ കാര്യം കോൺട്രാക്ടറെ? എന്തിനാ നിങ്ങൾ ഇത്രയ്ക്കും ദേഷ്യപ്പെടുന്നത്? എന്തുകൊണ്ട് ദേഷ്യം വരത്തില്ല? എല്ലാവർക്കും ഇന്ന് കാലത്തെ വരെയല്ലേ സമയം കൊടുത്തത്. വരൂ, നമുക്ക് അങ്ങോട്ടേക്ക് പോയി നോക്കാം അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. അത്രയും വലിയ ഒരു കെട്ടിടം കണ്ട് സൂപ്പർവൈസറിന് അസൂയ തോന്നി. ആ സമയത്താണ് ഗ്രാമത്തലവനും സോംനാഥും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇത് എങ്ങനെ നിങ്ങളെ കൊണ്ട് സാധിച്ചു? ഇത്രയും വലിയൊരു ബിൽഡിംഗ് ഒറ്റ ദിവസത്തിലോ? ഇത് കണ്ടിട്ട് നീ മുള കൊണ്ട് ഒരു ബുർജ് ഖലീഫ തന്നെ കെട്ടിയതുപോലെ ഉണ്ടല്ലോ. സോംനാഥ് പറഞ്ഞ കാര്യം നീയല്ലേ വിശ്വസിക്കാത്തത്? ഇപ്പൊ നിനക്ക് വിശ്വാസം വന്നോ? വനദൈവം ഞങ്ങളുടെ കൂടെയാ ഉള്ളതെന്ന് ഇപ്പം പറയും കൺട്രാക്കെ. ഇതെങ്ങനെയുണ്ട്? ഈ മുള കൊണ്ടുണ്ടാക്കിയ ബുർജ് ഖലീഫയിൽ എത്ര പേര് താമസിക്കണമെന്ന് വിചാരിച്ചാൽ അവർക്ക് താമസിക്കാം. എന്നിട്ട് ഇതിന്റെ സ്ട്രെങ്ത് വൈരം പോലെ സ്ട്രോങ് ആയിരിക്കും. ഇനി എന്തൊക്കെയാ സംഭവിക്കുക സൂപ്പർവൈസർ? ഞങ്ങളോട് ക്ഷമിക്കൂ സോംനാഥ്. ഞങ്ങൾ വനദൈവത്തിനെ വിശ്വസിക്കാതെ വലിയ ഒരു മണ്ടത്തരവാ കാണിച്ചത്. ഞങ്ങളോട് ക്ഷമിക്ക്. എന്നിട്ട് അവരോട് തിരിച്ച് ഗ്രാമത്തിലേക്ക് വരാൻ പറ. നിങ്ങൾ എന്താണ് ഈ പറയുന്നേ? ഇവര് പറയുന്നത് ശരിയാണ്. നിങ്ങൾ പറയുന്ന വാക്കും കേട്ട് ഞങ്ങളുടെ സ്വന്തം ദൈവത്തെ ഞങ്ങൾ വിശ്വസിച്ചില്ല. എന്ത് നടന്നാലും അത് നല്ലതിനു വേണ്ടിയാ. ശരി, നിങ്ങൾ രണ്ടുപേരും ഈ ഗ്രാമത്തിൽ താമസിച്ചോളൂ. പക്ഷെ ശിക്ഷയെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇത് നല്ലതല്ല കേട്ടോ. ഇതിനേക്കാളും നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും കൺട്രാക്കെ? തീർച്ചയായും ചെയ്യും. ഇപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് പോവാ. പക്ഷെ തീർച്ചയായും തിരിച്ചു വരും. അപ്പൊ കണ്ടോ. പോയിക്കോളൂ പോയിക്കോളൂ, ഞങ്ങൾ കാത്തുകൊണ്ടിരിക്കാം. സൂപ്പർവൈസർ അവിടെ നിന്നും പോയി. അപ്പോഴാണ് സോംനാഥ് മുളകൾ ഉണ്ടാക്കിയത്. ആ മുളകളോട് അദ്ദേഹം എന്തോ പറഞ്ഞു. അയാൾ തിരിച്ചു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നേതാവേ. അതിനെ കൊളുത്ത്. നിങ്ങൾ പറഞ്ഞ ഉടനെ തന്നെ ഞാനതങ്ങ് ചെയ്യൂലോ. ആ സൂപ്പർവൈസറും അതിന്റെ ശിങ്കിടിയും ആ മുളകൊണ്ടുണ്ടാക്കിയ ബുർജ് ഖലീഫ കത്തിക്കാൻ തുടങ്ങി. 10 മുളങ്കൊമ്പുകൾ വന്ന് അവരെ രണ്ടുപേരെയും തല്ലി ചതച്ചു. അയ്യോ അയ്യോ അയ്യോ, ആരെങ്കിലും വന്ന് രക്ഷിക്കേ. അയ്യോ അയ്യോ, ഞങ്ങൾ അടിക്കുന്നേ. അയ്യോ, ആരെങ്കിലും വന്ന് രക്ഷിക്കേ. ഞങ്ങളെ കൊല്ലല്ലേ. അയ്യോ, ഞങ്ങളെ വിട്ടേക്ക്. ഞങ്ങളൊന്നും ചെയ്തില്ല. അയ്യോ അയ്യോ. ആ സമയം സോംനാഥും ഗ്രാമത്തലവനും ആ കെട്ടിടത്തിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. ആൾക്കാര് പറഞ്ഞത് ശരിയാ. 4 വാക്കിനേക്കാളും 4 അടിയായിരിക്കും ഒരാളെ നന്നാക്കുന്നതെന്ന്. എല്ലാരും പൊയ്ക്കോളൂ ഇവിടുന്ന്. ആരും ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു പോരുത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളെ ഈ ഗ്രാമത്തിന്റെ 7 അയലത്ത് കണ്ടുപോരുത്. സൂപ്പർവൈസറും ശിങ്കിടിയും അവിടെ നിന്ന് പേടിച്ചോടി. അങ്ങനെ വനദേവതയുടെ അനുഗ്രഹത്തോടെ ഉധവ്പൂർ ഗ്രാമവും ഗ്രാമവാസികളും സന്തോഷത്തോടെ ജീവിതം തുടർന്നു. കമലിപ്പൂർ എന്നു പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. കമലിപ്പൂർ ഗ്രാമത്തിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഓരോ നിമിഷവും സന്തോഷത്തോടെ കഴിഞ്ഞുകൂടി. അവരുടെ ആ ഗ്രാമത്തിൽ ഏതൊരു വസ്തുവിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കുറെ കാലങ്ങളായിട്ട് ഗ്രാമത്തിൽ ഒരു പരിപാടി നടന്നിട്ടില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ.
അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റൂ? എന്നാലല്ലേ റോണക്കിനെ വിളിക്കാൻ പറ്റുള്ളൂ. അങ്ങോട്ട് നോക്ക്, അവിടെ റോണക് ചേട്ടൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ചെറുപ്പത്തില് നഗരത്തിലേക്ക് ഓടിയതാണ്. ഇപ്പോൾ വലിയ ആളായിന്നാ തോന്നുന്നത്. വാ അവിടെ പോയി നോക്കാം. അദ്ദേഹം എന്തിനാ വന്നത് ഗ്രാമത്തിലേക്ക്? രണ്ടുപേരും ചേർന്ന് റോണക്കിന്റെ അടുത്തേക്ക് ചെന്നു. പിന്നെ അദ്ദേഹത്തെ വളരെ മോശമായ ഒരു അവസ്ഥയിൽ അവർ കണ്ടു. അദ്ദേഹത്തിന്റെ കയ്യിൽ തുണിമൂട്ട കെട്ടിവെച്ചിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ, 2 കുട്ടികളും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും വളരെ ആശ്ചര്യത്തോടെ റോണക്കിനോട് ചോദിച്ചു, നിങ്ങൾ അതേ റോണക്കല്ലേ ചെറുപ്പത്തിൽ ഗ്രാമത്തിൽ നിന്ന് വിട്ട് ഓടിയിട്ട് ഓടിപ്പോയ ആള്? ആ അതെ ചേട്ടാ, ഞാൻ അവൻ തന്നെയാണ്. ചെറുപ്പത്തിൽ ഗ്രാമത്തിലിട്ട് ഓടിയ ആള്. ഞാൻ ചെറുപ്പത്തിലുള്ളാവുമ്പോൾ എന്റെ അമ്മയൊക്കെ നിങ്ങളെ കഥ പറഞ്ഞിട്ടാണ് എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളാണ് പഠിപ്പിലും കളിയിലും സൂപ്പറായ ആളെന്ന്. പക്ഷെ നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ഒരു സ്ഥിതി ഇന്ന് വന്നിരിക്കുന്നത്? ഇതൊക്കെ സംസാരിക്കാൻ ഇപ്പോൾ ശരിയുള്ള നേരമല്ല. എന്റെ കുട്ടികളും ഭാര്യയും വല്ലാതെ വിശപ്പോടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ 400 കിലോമീറ്റർ നഗരത്തിൽ നിന്ന് നടന്നേ വന്നോണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾ കൊണ്ട് പറ്റിയാൽ 2 വേള അരി തരാൻ പറ്റുമോ? ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നേക്കാം. നിങ്ങൾ നിങ്ങളുടെ പഴയ വീട്ടിലേക്ക് പോകൂ. പിന്നെ ഭക്ഷണം ഉണ്ടാക്കുന്ന സാധനത്തിനൊന്നും നിങ്ങളൊന്നും വിഷമിക്കണ്ട. നമ്മളെ പഞ്ചായത്ത് മുതലാളിയോട് ചോദിച്ചിട്ട് ഞാൻ എല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാം. നിങ്ങൾക്ക് വളരെ വളരെ നന്ദിയുണ്ട് ചേട്ടാ. റോണക്ക് അവരോട് സംസാരിച്ചിട്ട് തന്റെ പഴയ വീട്ടിലേക്ക് പോയപ്പോൾ അത് ആകപ്പാടെ മോശമായിരുന്നു. അവരവിടേക്ക് പോയി. ചേട്ടാ, നമ്മൾ നഗരത്തിൽ നിന്നും എന്തിനാ ഓടി വന്നതെന്ന് നിങ്ങൾ എന്തുകൊണ്ടാ അവരോട് പറയാഞ്ഞേ? പിന്നെ ഈ ഗ്രാമത്തിലെ ജനങ്ങൾ എത്ര ദിവസം എന്ന് വെച്ചാൽ നമ്മളെ സഹായിക്കുക? നമ്മൾ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ. ഞാൻ അവരുടെ അടുത്ത് എന്ത് പറയാനാ? അത് വന്ന് നഗരത്തിൽ കുറെ കടങ്ങളായി, അതുകൊണ്ട് ഇവിടെ ഓടി വന്നതാണെന്ന്. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് 2 നേരം കിട്ടുന്ന അരി പോലും കിട്ടില്ല. നിങ്ങൾ പറയുന്നത് ശരിയാണ്. ആരോട് നിങ്ങൾ ഒന്നും പറയാതിരിക്കുന്നതാണ് ശരി. അടുത്ത ദിവസം റോണക്ക് എന്ത് ചെയ്തെന്നാൽ ആ ഗ്രാമത്തലവനെ ചെന്ന് കണ്ടു. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് പറഞ്ഞു. നീ നഗരത്തിലേക്ക് പോകുന്ന കാര്യം വിഷമിക്കേണ്ട. അതാ നീ ഇവിടെ വന്നില്ലേ, ഇവിടെ തന്നെ നിന്റെ കച്ചവടം തുടങ്ങിക്കോളൂ. കണ്ടില്ലേ, ഗ്രാമത്തിൽ ജനങ്ങൾ സന്തോഷത്തോടെ ഉണ്ട്. ശുദ്ധമായ കാറ്റ്, ഇവിടെയുള്ള പച്ചക്കറികളൊക്കെ കഴിച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കൂ. നിന്റെ ഭാര്യയ്ക്കും നിന്റെ കുട്ടികൾക്കും നീ കഷ്ടം കൊടുക്കാൻ പാടില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ് മുതലാളി. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാം. നഗരത്തിലും ഞാൻ പാനിപൂരി ചെയ്തിട്ടാണ് വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നത്. പാനിപൂരിയോ? അങ്ങനെ വെച്ചാൽ എന്താ? ഈ പേര് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഞാൻ ഗോൾഗപ്പനെ പറ്റിയാണ് പറയുന്നത്. എന്റെ ഭാര്യ രേണുക ഗോൾഗപ്പ വളരെ നന്നായിട്ട് ചെയ്യും. പിന്നെ ഞാൻ നഗര തെരുവിലൊക്കെ റിക്ഷ ഓട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ റിക്ഷയ്ക്ക് എന്താ ആവശ്യം? എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഇവിടെ തന്നെ നീ പാനിപൂരി വിൽക്കാൻ തുടങ്ങിക്കോ. അതുകൊണ്ട് നിനക്ക് കുറച്ച് വരുമാനം വരാൻ തുടങ്ങും. പിന്നെ ഗ്രാമത്തിലുള്ള ജനങ്ങൾക്ക് ഗോൾഗപ്പ കഴിക്കാനും പറ്റും. എന്താ, ശരിയല്ലേ? അതിനുശേഷം കുറച്ചു ദിവസത്തിനകം തന്നെ റോണക്കും അദ്ദേഹത്തിന്റെ ഭാര്യയും ചേർന്ന് പാനിപൂരി വിൽക്കുന്ന ഒരു കട ആരംഭിച്ചു. കുറച്ച് നമുക്ക് സ്ഥലം ഉണ്ടായിരുന്നു, അത് കുറച്ച് വാടകയ്ക്കും വിട്ട് ഈ ജോലി നമ്മൾ തുടങ്ങി. ഇനി ദൈവമാണ് നമ്മളെ രക്ഷിക്കേണ്ടത്. റോണക് പാനിപൂരി വണ്ടിക്കട അപ്പോഴാണ് തുറന്നത്. ഉടനെ ആ കടയ്ക്ക് ഓട്ടോക്കാരൻ സച്ചിൻ വന്നു. അവൻ എന്തു പറഞ്ഞെന്നാൽ, റോണക് ചേട്ടാ, കട തുറന്നോ നിങ്ങൾ? പക്ഷേ നിങ്ങളുടെ മുഖത്തിലൊരു സന്തോഷം പോലെ കാണുന്നില്ലല്ലോ. എന്ത് പറയാനാ, കട തുറന്നിട്ട് മുഴുസായിട്ട് 1 മണിക്കൂറായി, പക്ഷെ ആരും ഇവിടെ വന്നില്ലല്ലോ. ഈ പാനിപ്പൂരി എത്രയ്ക്കാ തരുന്നത്? ഒരു പ്ലേറ്റില് 5 എണ്ണം ഉണ്ടാവും, 10 രൂപയ്ക്കാണ്. അങ്ങനെയാണോ? എന്നാ എനിക്കൊരു പ്ലേറ്റ് തരൂ. റോണക് സച്ചിന് പാനിപൂരി കഴിക്കാൻ നൽകി. 2 പാനിപൂരി അദ്ദേഹം കഴിച്ചതിന് ശേഷം സച്ചിൻ എന്തു പറഞ്ഞെന്നാൽ, ഇത് അമൃതം പോലെ ഉണ്ടല്ലോ. ഈ ജനങ്ങൾക്ക് അരിവേ ഇല്ല. ആരും വന്ന് നിങ്ങളടുത്ത് കഴിക്കുന്നില്ലല്ലോ. ഞാൻ റിക്ഷയിൽ പോയി ചുറ്റി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരാം. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. റാണക് രേണുകയുടെ തള്ളുവണ്ടിക്കടിയിൽ കച്ചവടം നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഗ്രാമത്തലവൻ വന്ന് അവരെ നോക്കിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിനക്ക് ഒരു കാര്യം അറിയോ റോണക്? നിന്നെ ഞാൻ എന്തിനാ വീട്ടിലേക്ക് വരാൻ പറഞ്ഞത്? എന്തിനാ മുതലാളി? ഞാൻ അതന്നെ ആലോചിക്കുന്നത്. നിന്റെ പാനിപ്പൂരി വല്ലാതെ ഫേമസ് ആയിട്ടുണ്ട്, അതുകൊണ്ട് നീയും എനിക്ക് കുറെ പാനിപ്പൂരി ചെയ്തതാ. പിന്നെ അതൊക്കെ അടുത്തുള്ള ഗ്രാമത്തിൽ നമ്മൾ വിറ്റിട്ട് പിന്നെ അവിടെയുള്ള ജനങ്ങൾക്കും കൊടുത്തിട്ട് എന്റെ കൂടെ വരുന്ന വലിയ ആൾക്കാർക്ക് ഇത് പറഞ്ഞും കൊടുക്കാം. നിങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വളരെ നല്ലതാണ് ചെയ്തു തരുന്നത്. അതും ഞാൻ നഗരത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് വന്നതിന് ശേഷം ഇത് വേണ്ടി നിങ്ങൾക്ക് തീർച്ചയായും ചെയ്തു തരാം. പക്ഷെ നമുക്ക് പണം എവിടെ നിന്നാ വരുന്നത് ചേട്ടാ? നമ്മൾ ഇത്ര പാനിപൂരി എങ്ങനെ ചെയ്യാൻ സാധിക്കും? നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അദ്ദേഹത്തിന് വാക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നമ്മളുടെ ആ ചെറിയ സ്ഥലം വിറ്റേ പറ്റുള്ളൂ. ആ സ്ഥലം നമ്മൾ മുൻപേ തന്നെ പണയം വെച്ചില്ലേ ചേട്ടാ? എന്തെങ്കിലും ഒരു വഴി കിട്ടും, നീ വിഷമിക്കണ്ട. റൗണക് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന സ്ഥലം വിറ്റു. പിന്നീട് ഒരുപാട് പാനിപൂരികൾ ചെയ്ത് അദ്ദേഹം തയ്യാറാക്കി.
എന്നിട്ട് തലവനോട് എന്തു പറഞ്ഞെന്നാൽ, വരും മുതലാളി, ഞാൻ എല്ലാ പാനിപൂരിയും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ പണം, എന്താ പണമൊക്കെ ചോദിക്കുന്നത്? ഞാൻ എപ്പോഴാ നിനക്ക് പണം തരാന്ന് പറഞ്ഞത്? മുതലാളി, നിങ്ങൾ തമാശ പറയല്ലേ? ഞാൻ എന്റെ ബാക്കിയുള്ള ചെറിയ സ്ഥലം വിറ്റിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പണം ചോദിക്കുന്നത്. നിനക്ക് കുറച്ചെങ്കിലും വിവരമുണ്ടോ? ഞാൻ നിനക്ക് 1 റുപ്യ പണം പോലും തരില്ല. ഇവിടുന്ന് പോയിക്കൊള്ളണം. ഇത് പറഞ്ഞതും തന്നെ തലവന്റെ അടിയാളുകൾ 2 പേരെത്തി. എന്നിട്ട് റോണക്കിനെ റോട്ടിന്റെ അരികിലായി തള്ളിവിട്ടു. അവർ ചെയ്തത് വളരെ അന്യായമാണ്. ഇനി നമ്മൾ ആഹാരത്തിന് എന്തു ചെയ്യുമെന്ന് അറിയില്ല. നമ്മളിങ്ങനെ വിശപ്പും പട്ടിണിയും കാരണം മരിക്കേണ്ടി വരും. ഈ ഗ്രാമത്തിലുള്ളവർ എന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. റോണക്കിനും തലവനും ഉണ്ടായിരുന്ന പ്രശ്നം ഗ്രാമം മൊത്തം അറിഞ്ഞതുകൊണ്ട് ആരും റോണക്കിന്റെ അടുത്തു നിന്നും പാനിപൂരി വാങ്ങാൻ വന്നില്ല. അപ്പോഴാണ് സച്ചിൻ വന്ന് റോണക്കിനോട് പറഞ്ഞത്, ഞാനൊരു മുഖ്യ കാരണമായിട്ട് നഗരത്തിലേക്ക് പോവുകയാണ്. എന്റെ റിക്ഷ നിങ്ങളെ വീടിന്റെ പുറത്തേക്ക് വെച്ചേക്കാം. നിങ്ങൾക്ക് മാത്രമേ ഈ ഗ്രാമത്തിൽ റിക്ഷ എങ്ങനെ ഓട്ടിക്കണമെന്ന് അറിയുള്ളൂ. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാനിത് ഓട്ടിച്ചോട്ടെ. ധാരാളമായിട്ട്. ഞാൻ അടുത്ത മാസം വരുള്ളൂ. അതുവരെ നിങ്ങളിത് സവാരി ഓട്ടിച്ചോളൂ. നിങ്ങളും കുറച്ച് പണം സമ്പാദിക്കും. പിന്നെ അടുത്തുള്ള ഗ്രാമജനങ്ങളും നിങ്ങളെ പറ്റി അറിയാനും അറിയാം. സച്ചിന്റെ ഓട്ടോ കിട്ടിയതും തന്നെ റോണക്കിന് ഒരുപാട് സന്തോഷമായി. അപ്പോൾ രേണുക റോണക്കിന് ഒരു ആലോചന പറഞ്ഞു. ചേട്ടാ, നമുക്ക് ഈ ഓട്ടോയിൽ പാനിപൂരി എടുത്തുകൊണ്ട് പോയി ഗ്രാമമായിട്ട് വിൽക്കാം. നമുക്കത് കാരണം ഒരുപാട് ലാഭം കിട്ടും. ഞാനും ഇത് തന്നെയാണ് ആലോചിക്കുന്നത്. റൗണക് രേണുകയോടൊപ്പം ചേർന്ന് ആ ഓട്ടോ എടുത്തുകൊണ്ട് അവർ ഗ്രാമമായി ചുറ്റി. അവർ ചെയ്ത പാനിപൂരി അവർ വിറ്റു. അങ്ങനെ കുറച്ചു ദിവസത്തിനകം തന്നെ റോണക്കും രേണുകയും 2 പേരും ഓട്ടോ പാനിപൂരിക്കാരെന്ന പേരിൽ പ്രാബല്യമായി. ഒരാഴ്ചയിൽ തന്നെ നമ്മൾ പണയം വെച്ചിരുന്ന സ്ഥലം തിരിച്ചെടുത്തു. ഇതിനെല്ലാം കാരണം ആ ഓട്ടോക്കാരനാണ്. അദ്ദേഹം നമുക്ക് ഓട്ടോ തന്ന് സഹായിച്ചു. ഞാനിപ്പോ സന്തോഷമായിട്ടുണ്ട്. ഞാൻ കടം കണ്ട് എപ്പോഴും പേടിച്ച് ഓടുകയാണ്. പക്ഷേ ഇന്ന് എനിക്ക് ലോകത്തിൽ തന്നെ ജയിച്ചതുപോലെ ഉണ്ട്. അതിനിടയ്ക്ക് സച്ചിൻ അവിടേക്ക് ഒരു പുതിയ ഓട്ടോയുമായി വന്നു. അപ്പോൾ റോണക് എന്തു പറഞ്ഞെന്നാൽ, ചേട്ടാ, അടിപൊളി പുതിയ റിക്ഷയാണല്ലോ. ഇതെന്തിനാ ചേട്ടാ? എന്റെ പഴയ റിക്ഷ ഞാൻ വിൽക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ ഗ്രാമത്തിൽ വിടുന്ന പകരം ഗ്രാമത്തിലെ ജനങ്ങളെ നഗരത്തിലേക്ക് കൊണ്ടുപോകാന്ന് വിചാരിച്ചു. നിങ്ങൾ തെറ്റിദ്ധരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പഴയ റിക്ഷ ഞാൻ വാങ്ങിച്ചോട്ടെ. ഇതൊക്കെ ചോദിക്കണോ? നിങ്ങൾ തന്നെ എടുത്തോളൂ. അതുമാത്രമല്ലാതെ ഇനി ആ റിക്ഷ എനിക്ക് എങ്ങനെ സ്വന്തമാകും? നിങ്ങളല്ലേ ആ റിക്ഷ പാനിപൂരി റിക്ഷ എന്ന് ഫേമസ് ആയിട്ടുള്ളത്. നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല ചേട്ടാ. രേണുകയും റോണക്കും ചേർന്ന് ആ ഓട്ടോ സ്വന്തമായി വാങ്ങി. പിന്നെ അവർ 2 പേരും ചേർന്ന് ആ ഓട്ടോയിൽ പാനിപൂരി വ്യാപാരം ചെയ്തു. എല്ലാരും വളരെ സന്തോഷത്തോടെ ഓട്ടോ പാനിപൂരി കഴിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ 2 പേരുടെ വ്യാപാരവും വീടും രണ്ടും നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഗോൽഗപ്പയുടെ കച്ചവടം ഇങ്ങനെ നന്നായി പോകുന്നു നിങ്ങൾ കണ്ടോളാൻ. അതെ സുമൻ, നീ കാരണം തന്നെയാ നമ്മുടെ ദാരിദ്ര്യമൊക്കെ മാറിയത്. ഇല്ലെങ്കിൽ നമ്മൾ വളരെ കഷ്ടപ്പെട്ടു പോയേനെ. സോനു സുമൻ ദമ്പതികളുടെ കഥയാണിത്. അവർ രാംനഗറിലുള്ള ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. സോനു ഒരു ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. സുമൻ ദിവസവും ഭക്ഷണം ഉണ്ടാക്കി ലഞ്ച് കൊടുത്തയക്കുമായിരുന്നു. സോനു നന്നായി കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. നീ ഇത്ര കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന എന്തിനാടാ? ഇത് കണ്ടാ തോന്നും ഇത് നിന്റെ സ്വന്തം കമ്പനിയാണെന്ന്. ചേട്ടത്തി ഇത്ര നല്ല ഭക്ഷണം കൊടുത്തു വിട്ടിട്ടും നീ അത് കഴിക്കാതെ പണിയെടുത്തോണ്ടിരിക്കുക. വേഗം ലഞ്ച് തുറക്കടാ, എനിക്കും വിശക്കുന്നുണ്ട്. ഇന്നെന്താ ലഞ്ചിന് സ്പെഷ്യലായിട്ട് കൊണ്ടുവന്നിരിക്കുന്നേ? എന്റെ ലഞ്ച് കഴിക്കാൻ എന്നേക്കാൾ ധൃതി നിനക്കാണല്ലോടാ. ഇപ്പൊ ഉച്ചയായല്ലേ ഉള്ളൂ, ഒന്ന് ക്ഷമിക്കുന്നു. എടാ, നിന്റെ ലഞ്ച് തുറന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ. സമയം കളയാതെ വേഗം തുറക്കാൻ നോക്കടാ. എനിക്ക് ചേട്ടത്തിയുടെ കൈ കൊണ്ടുണ്ടാക്കിയ ഭക്ഷണം വലിയ ഇഷ്ടാ. ധൃതി പിടിക്കണ്ട, ഇപ്പൊ തന്നെ തരാം. കൈയൊന്ന് കഴുകിക്കോട്ടെ. സോനുവും ആകാശും കൈ കഴുകി ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനിരുന്നു. എല്ലാ ദിവസവും അവർ ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കാറ്. ഭക്ഷണം കഴിഞ്ഞ ശേഷം അവർ വീണ്ടും ജോലി ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവർ സംസാരിക്കുകയായിരുന്നു. എടാ സോനു, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ലല്ലോ, സാധാരണ പോലെ തന്നെയല്ലേ. എടാ, പ്രത്യേകത എന്താന്ന് ഞാൻ നിനക്ക് പറഞ്ഞുതരാം. എന്താ? നീ എന്താ ആകെ പരിഭ്രമിച്ചിരിക്കുന്നേ? എടാ മോനെ, ലഞ്ച് കഴിഞ്ഞിട്ട് ഞാൻ ബോസിന്റെ ക്യാബിന്റെ അടുത്തേക്ക് പോയതാ. അപ്പോഴാ ഞാൻ കേട്ടത്. അപ്പൊ നീ എന്താ കേട്ടത്? തീർച്ചയായിട്ടും ബോസ് നിന്നെ കുറ്റം പറയുന്നുണ്ടാകും. അതായിരിക്കും നീ ഇത്ര പരിഭ്രമിക്കുന്നേ. അതൊക്കെ സാധാരണമല്ലടാ. പക്ഷെ ഞാൻ ബോസ് പറയുന്നത് വ്യക്തമായിട്ട് കേട്ടതാ. ഈ കമ്പനി നഷ്ടത്തിലാണെന്ന്. അതുകൊണ്ട് ഫാക്ടറിയിലുള്ള ജോലിക്കാരെ എല്ലാം പിരിച്ചുവിടാൻ പോവുകയാണെന്ന്. നാളെ മുതൽ പിരിച്ചുവിടൽ തുടങ്ങാൻ പോവാത്രേ. എന്താ നീ പറയുന്നേ?
അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെയൊന്നും സംഭവിക്കില്ലടോ. നമ്മുടെ കുടുംബം കഴിയുന്നത് ഈ ഫാക്ടറി കാരണമല്ലേ. ഇതല്ലാതെ വേറൊരു ജോലിയും നമുക്കറിയില്ല. ജോലി പഠിച്ചത് മുതൽ ചെയ്യുന്നത് ഈ ഫാക്ടറിയിലെ ജോലിയാ. അതെ, ഇതാലോചിച്ച് ഞാനും ആകെ വിഷമിച്ചിരിക്കുക. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ആകാശും സോനുവും വല്ലാത്ത വിഷമത്തിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വരികയായിരുന്നു. അവർ ആകാശിന്റെ വീട്ടിലെത്തിയപ്പോ ഒരു നിമിഷം കാത്തിരിക്കാൻ പറഞ്ഞു. അവിടേക്ക് ആകാശിന്റെ ഭാര്യ പൂജയും വന്നു. പൂജ, നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങൾക്ക് എവിടെ വരാമെങ്കിൽ എനിക്കും വരാം. സുമ ചേച്ചി വിളിച്ചപ്പോ ഞാനും വന്നു. ഗോൽഗപ്പ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ചേച്ചി, നമുക്കത് കഴിക്കാം. എന്തായാലും നന്നായി നിങ്ങളും വന്നല്ലോ. രണ്ടാൾക്കും ഞാൻ ഗോൽഗപ്പ എടുത്തിട്ട് വരാം. പൂജയും സുമനും ചേർന്ന് ആകാശിനും സോനുവിനും ഗോൽഗപ്പ കൊണ്ടുവന്നു. സുമൻ വളരെ മനോഹരമായ ഗോൽഗപ്പയാണ് ഉണ്ടാക്കിയിരുന്നത്. അവൾ ഉണ്ടാക്കിയത് ആകാശിനും സോനുവിനും വളരെയധികം ഇഷ്ടപ്പെട്ടു. സോനു ആണെങ്കിൽ ഇതുവരെ ഗോൽഗപ്പ ഉണ്ടാക്കാൻ സമ്മതിക്കില്ലായിരുന്നു. എന്റെ ചേട്ടത്തി, ഭക്ഷണം നിങ്ങൾ സൂപ്പറായിട്ട് ഉണ്ടാക്കും. ഗോൾഗപ്പയാണെങ്കിൽ അതിനേക്കാൾ അടിപൊളിയായിട്ടുണ്ട്. ഈ ഗോൾഗപ്പയിൽ നിങ്ങൾ എന്ത് മാന്ത്രിക പണിയാ ചെയ്യുന്നേ? എത്ര കഴിച്ചാലും മതി വരുന്നേ ഇല്ല. ഇവൻ പറയുന്ന സത്യം തന്നെയാ. ശരിക്കും നിന്റെ കയ്യിലെന്തോ മായാജാലം ഉണ്ട്. അത് മാത്രമല്ല, ഒരു തവണ കഴിച്ചാൽ വയറ് നിറയുന്ന തരത്തിലുള്ള വലിയ ഗോൽഗപ്പയല്ലേ നീ ഉണ്ടാക്കുന്നത്. നിന്റെ ഗോൽഗപ്പ കഴിച്ചാ ഞാൻ പിന്നെ എല്ലാ പ്രശ്നങ്ങളും മറന്നുപോകും. പ്രശ്നങ്ങളോ? എന്ത് പ്രശ്നങ്ങൾ? നിങ്ങൾ ഇത് എന്തിനെ പറ്റിയാ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഓക്കെ അല്ലേ? എന്റെ സോനു, എന്തിനാടാ ചേട്ടത്തിയെ ടെൻഷനാക്കുന്നത്? ഒന്നും മിണ്ടാതിരിക്കെ. ഇല്ല, എനിക്കും അറിയണം നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ ഇത്ര ടെൻഷൻ. ഇന്ന് നിങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറയേ. ആകാശിനും സോനുവിനും തന്റെ ഭാര്യമാരോട് ഒന്നും പറയാൻ ആഗ്രഹമില്ലാഞ്ഞിട്ട് കൂടി ഫാക്ടറിയിലെ അവസ്ഥയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അവരോട് വിവരിച്ചു കൊടുത്തു. അതോടുകൂടി അവരുടെ ഭാര്യമാരും ശരിക്കും ടെൻഷൻ അടിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു ദിവസത്തിന് ശേഷം ശരിക്കും ആ ഫാക്ടറി അടച്ചുപൂട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യും? നിങ്ങളുടെ ജോലിയും പോയി, നമ്മുടെ കയ്യിലുള്ള റേഷൻ സാധനങ്ങളും തീരാനായി. ഞാൻ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ജോലി എന്തെങ്കിലും കിട്ടിയിട്ട് വേണ്ടേ? വേറെ ജോലിയൊന്നും കിട്ടിയില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? സുമൻ, നന്നായി വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിക്കാൻ എടുക്ക്. കഴിക്കാനായിട്ട് ഇവിടെ ഒന്നുമില്ല. പിന്നെ 4 ഗോൽഗപ്പ ബാക്കിയുണ്ട്. അതിന്റെ കുറച്ച് വെള്ളം ഇരിപ്പുണ്ട്. എന്നാ പിന്നെ അതെടുത്തോ. 2 നിനക്കും കഴിക്കാം, 2 എനിക്കും കഴിക്കാം. നാളത്തെ കാര്യം നാളെ ആലോചിക്കാം. അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആ ഗോൽഗപ്പ കഴിച്ചു. പിറ്റേന്നത്തേക്ക് ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് സുമൻ ചാടി എഴുന്നേറ്റു. എന്തുപറ്റി? എന്താ കഴിക്കുന്നതിനിടയിൽ എഴുന്നേറ്റ് നിൽക്കുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞാ നിങ്ങൾ എന്നെ വഴക്ക് പറയോ? എന്ത് കാര്യം? എനിക്കൊരു ഐഡിയ തോന്നുവാണ്. ഞാൻ നന്നായി ഗോൽഗപ്പ ഉണ്ടാക്കുമല്ലോ. എങ്കിൽ പിന്നെ നമുക്കതുണ്ടാക്കി ചന്തയിൽ കൊണ്ടുപോയി വിറ്റാലെന്താ? നീ പറഞ്ഞ കാര്യമൊക്കെ കൊള്ളാം. ഗോൾഗപ്പ എന്ന് പറയുന്നത് എല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള സാധനമാണല്ലോ. പക്ഷെ അതിന് മുതൽ മുടക്കാൻ പൈസ എവിടെയാ? നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. എനിക്ക് ഉണ്ടാക്കി തന്ന ആഭരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവണ്ടേ? ഇല്ലില്ല, നിന്റെ ആഭരണങ്ങളൊന്നും വിൽക്കാൻ പറ്റില്ല. ബുദ്ധിമുട്ടുണ്ടാവുമ്പോ വിൽക്കാനല്ലേ ഇതൊക്കെ. വിശക്കുമ്പോ ഭക്ഷണം തന്നെ വേണ്ടേ, അല്ലാതെ ആഭരണം നമുക്ക് എന്ത് ചെയ്യാനാ? സുമനും സോനുവും ആഭരണം വിറ്റ് ഗോൽഗപ്പ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. സുമൻ തന്റെ അടുക്കളയിൽ തനിയെ ഗോൽഗപ്പ ഉണ്ടാക്കാൻ തുടങ്ങി. സുമനും സോനുവും ചേർന്ന് അതെല്ലാം ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുന്നതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി. ഗോൽഗപ്പേ ഗോൽഗപ്പേ, എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ. ഗോൽഗപ്പേ ഗോൽഗപ്പേ, എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ. ഒരു തവണ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന ഗോൽഗപ്പേ. എരിവും മധുരവുമുള്ള ഗോൽഗപ്പേ. ചന്തയിലാണെങ്കിൽ ഗോൽഗപ്പ വിൽക്കുന്ന ആളുകളുടെ തിരക്ക് കാരണം ഒരാള് പോലും ഇവരുടെ അടുത്തേക്ക് വന്നില്ല. അതുകൊണ്ട് തന്നെ 3 ദിവസമായിട്ടും ഒരു ഗോൽഗപ്പ പോലും വിറ്റുപോയില്ല. ഈ മാർക്കറ്റിൽ ഗോൾഗപ്പ വിൽക്കുന്ന കടകൾ ധാരാളമുണ്ട്. പിന്നെ എങ്ങനെ നമ്മുടെ ഗോൾഗപ്പ വിറ്റുപോകും? ഇങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ നമുക്ക് ഈ കച്ചവടം നിർത്തേണ്ടതായിട്ട് തന്നെ വരും. ഞാൻ എത്ര ആഗ്രഹിച്ച ഇതുണ്ടാക്കിയത്. ഒരാള് പോലും കഴിക്കാൻ വരുന്നില്ലല്ലോ. എന്തോ പ്രശ്നമുള്ളത് പോലെ തോന്നുക. ഇനി നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കും? സോനുവും സുമനും വല്ലാത്ത സങ്കടത്തിൽ അവിടെ തന്നെ ഇരുന്നു. അപ്പോഴാണ് അവരുടെ നോട്ടം മറ്റൊരു കടയുടെ ബോർഡിലേക്ക് എത്തിയത്. അതെ, ഒന്ന് നോക്കിയേ, ആ ബോർഡിൽ എന്താ എഴുതിയിട്ടുള്ളത്? എന്തെഴുതി വെച്ചിട്ടുണ്ടെന്ന് ആ കടക്കാരന്റെ ഓഫർ അവിടെ കാണാം. എങ്കിൽ നമ്മളും നമ്മുടെ കടയുടെ മുകളിൽ ഒരു ഓഫർ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കും കച്ചവടം കിട്ടിത്തുടങ്ങുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്.
നമ്മുടെ ഗോൽഗപ്പ ഒന്ന് കഴിച്ചു നോക്കാതെ ആളുകൾക്ക് എങ്ങനെയാ ഇഷ്ടാവുന്നത്? എന്നാലല്ലേ ആൾക്കാർ വരികയും ചെയ്യൂ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. സുമൻ സോനുവിനോട് വിശദമായി സംസാരിച്ചു. അത് കേട്ട് സോനു മറ്റു ചില സാധനങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അവൾ ഒരു വലിയ ഗോൽഗപ്പ ഉണ്ടാക്കിയിട്ട് അതിന് ബാഹുബലി ഗോൽഗപ്പ എന്ന് പേരുമിട്ടു. എന്തായത്? നീ ശരിക്കും ഒരു ബാഹുബലി ഗോൽഗപ്പ ഉണ്ടാക്കിയല്ലോ. ഇനി എല്ലാവരും ഈ ഗോൽഗപ്പ കഴിക്കാനായി നമ്മുടെ കടയിലേക്ക് ഉറപ്പായിട്ടും വരും. ഈ ബാഹുബലി ഗോൽഗപ്പയിൽ ഞാനൊരു 100 രൂപ കൂടി വച്ചിട്ടുണ്ട്. നമ്മുടെ കടയിൽ നിന്നും ഈ ബാഹുബലി ഗോൽഗപ്പ കഴിക്കുന്നവർക്ക് 100 രൂപ സമ്മാനമായി കിട്ടും. ഇവരുടെ ഈ ഓഫർ വളരെ പെട്ടെന്ന് തന്നെ മാർക്കറ്റിലുള്ള എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ബാഹുബലി ഗോൽഗപ്പ കാണാൻ പോലും വലിയ തിരക്കുണ്ടായി. നിങ്ങൾ എല്ലാവരും കേട്ടോളൂ. ആരാണോ ഈ ബാഹുബലി ഗോൽഗപ്പ മുഴുവനായി കഴിക്കുന്നത് അയാൾക്ക് 100 രൂപ സമ്മാനമുണ്ട്. ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും തന്നെ വേഗം ഈ വശത്തേക്കൊന്ന് മാറി നിൽക്കൂ. ഈ ബാഹുബലി ഗോൽഗപ്പ ആരാണോ കഴിക്കുന്നത് അയാളെ ബാഹുബലി എന്ന് വിളിക്കപ്പെടും. സോനു ഇങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ട് 2 പേർ മത്സരിക്കാനായി എത്തി. എന്നാൽ അവർക്ക് അത് കഴിച്ചു തീർക്കാനായില്ല. അവരാണെങ്കിൽ ആ മത്സരത്തിൽ തോറ്റുപോയി. ഇത് കണ്ട് ബാഹുബലി ഗോൽഗപ്പ കഴിക്കാനായി ആളുകളുടെ തിരക്കായി. അവിടെ ഒരു വലിയ ക്യൂ തന്നെ വന്നു. എന്റെ ചേട്ടാ, ഇവിടത്തെ ഗോൽഗപ്പയ്ക്ക് ഒരു പ്രത്യേക സ്വാദാണല്ലോ. ഈ മത്സരം എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ബാഹുബലി ഗോൽഗപ്പയുടെ സ്വാദ് എനിക്ക് വലിയ ഇഷ്ടമായി കേട്ടോ. എന്റെ ചേട്ടാ, ഈ സിമ്പിൾ ഗോൽഗപ്പ കഴിച്ച് കഴിച്ച് ഞങ്ങൾ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോഴാ നിങ്ങളുടെ ഈ ബാഹുബലി ഗോൽഗപ്പ വരുന്നത്. ഇത് കാണുന്നതേ മനുഷ്യന്റെ വായിൽ വെള്ളം ഊറി തുടങ്ങും. എന്റെ ചേട്ടാ, ഒന്ന് കഴിച്ചു നോക്കുന്നേ. ഈ ചന്തയിൽ ബാഹുബലി ഗോൽഗപ്പ വേറെ ഇല്ല. ഒരു തവണ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീർച്ചയായും രണ്ടാമതും വാങ്ങി കഴിക്കും. എന്താ ചേട്ടാ പറയുന്നേ? ഈ ബാഹുബലി ഗോൽഗപ്പ അത്ര നല്ലതാണോ? ഞാൻ പറയുന്നത് വിശ്വാസം ആവുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തന്നെ കഴിച്ചു നോക്കുന്നേ. ജയിച്ചു കഴിഞ്ഞാൽ 100 രൂപയാ സമ്മാനം കിട്ടുന്നേ. അവിടെയുള്ള എല്ലാവരും തമ്മിൽ തമ്മിൽ ബാഹുബലി ഗോൽഗപ്പയെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ചന്തയിലുള്ള എല്ലാവരും ഈ ഗോൽഗപ്പ കഴിക്കാനായി വരാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ഈ ഷോപ്പ് ബാഹുബലി ഗോൽഗപ്പ ഷോപ്പ് എന്ന് അറിയപ്പെടാനും തുടങ്ങി. ഈ ചന്തയിൽ ഒരു നദ്ദി ഫൈൽമാൻ എന്നു പേരുള്ള ആളുണ്ടായിരുന്നു. അയാൾ എല്ലാ ഗോൽഗപ്പ ഷോപ്പിൽ പോയിട്ട് ഫ്രീ ആയി കഴിക്കുമായിരുന്നു. അയാൾ സോനുവിന്റെ കടയിൽ നിന്നും അങ്ങനെ കഴിക്കാനായി വന്നു. ഓഹോ, ചന്തയിൽ പുതിയൊരു കട തുടങ്ങിയിരിക്കുന്നു അല്ലേ? വേഗം തന്നെ ഒരു 5 പ്ലേറ്റ് ഗോൽഗപ്പ എനിക്കുണ്ടാക്കി തന്നേ. ഗോൽഗപ്പ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാം. കഴിച്ചു കഴിഞ്ഞ് തീർച്ചയായും നിങ്ങൾ അഭിപ്രായം പറയണം. മാത്രമല്ല 5 ഗോൽഗപ്പ മുഴുവൻ കഴിക്കുകയാണെങ്കിൽ 1 വർഷം മുഴുവൻ ഫ്രീ ആയി നിങ്ങൾക്ക് ഞാൻ ഗോൽഗപ്പ തരും. അല്ല, ഇത്രയേ ഉള്ളൂ കാര്യം. ഒരു കാര്യം ചെയ്. ഈ മത്സരത്തിൽ ഒരു കാര്യം കൂടി നീ കൂട്ടിച്ചേർത്തോ. ഒരു ഗോൽഗപ്പയല്ല, 5 ബാഹുബലി ഗോൽഗപ്പകൾ ഞാൻ നിനക്ക് തിന്ന് കാണിച്ചു തരാം. 5 എണ്ണം. നിങ്ങൾക്ക് ഈ ഗോൽഗപ്പ കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഫ്രീ ആയിട്ട് ഗോൽഗപ്പ കഴിക്കുന്ന പരിപാടി അങ്ങ് നിർത്തിയേക്കണം. ശരി, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നദ്ദു ഫൈൽവാന്റെ അടുത്ത് 5 ബാഹുബലി ഗോൽഗപ്പകൾ കൊണ്ടുപോയി വെച്ചു. അയാൾ അത് കഴിക്കാൻ ആരംഭിച്ചു. എന്നാൽ അയാൾക്കത് മുഴുവനാക്കാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അയാൾ അവരോട് പറഞ്ഞതുപോലെ ഫ്രീ ആയി ഗോൽഗപ്പ കഴിക്കുന്ന ശീലം അയാൾ അങ്ങ് നിർത്തി. ആ ചന്തയിലെ എല്ലാ ഗോൽഗപ്പ കടക്കാരും അവരുടെ കഷ്ടപ്പാട് മാറ്റിക്കൊടുത്തതിന് സോനുവിനോട് വളരെയധികം നന്ദി പറഞ്ഞു.